സോ എൻ്റെ ബ്ലസ്സിലത്തെ ജേർണി 2022 ഓഗസ്റ്റിലാണ്. അമ്മയ്ക്ക് ഇത്തിരി അസുഖമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു വീട്ടിൽ ഇനി നോക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജ് വന്നപ്പോഴാണ് ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് തുടങ്ങിയത് അമ്മയ്ക്ക് പറ്റിയ സ്ഥലം എന്തായിരിക്കും. അങ്ങനെ 2-3 സ്ഥലത്ത് നോക്കി. അങ്ങനെയാണ് ഞങ്ങൾ ബ്ലസ് സെലക്ട് ചെയ്തത്. ഞാൻ ആദ്യം ലിജ മാമായിട്ട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഒന്നും കൂടി കോൺഫിഡൻ്റ് ആയി, ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ്. അങ്ങനെ ഓഗസ്റ്റിലാണ് അമ്മ ബ്ലസ്സിൽ വന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 2.5 വർഷം ബ്ലസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ നോക്കിയ എല്ലാവരും, അതായത് ഫ്രാൻസി, അനൂപ്, ജിൻജു, സിസ്റ്റർ, അവരൊക്കെ സ്വന്തം അമ്മയേക്കാളും കൂടുതൽ എൻ്റെ അമ്മേനെ നോക്കി. ഞങ്ങളും പുറത്തായാലും ഞങ്ങൾ 3 ആൺമക്കളാണ്. അപ്പം 3 ആൺമക്കളും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഒരു മനസ്സിലെപ്പോഴും അമ്മ ഇങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്നുള്ളൊരു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളൊന്നുകൊണ്ട് പേടിക്കണ്ട, ബ്ലസ്സിലാകുമ്പോൾ എന്തുണ്ടായാലും എപ്പോഴും നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ ആയാലും 24 hours കൂടെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്കൊരു ഒരു കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. കാരണം ബ്ലസ്സിലായപ്പോൾ പിന്നെ അമ്മേനെക്കുറിച്ച് വറിയുണ്ട്, പക്ഷേ വിൽ ബി ടേക്കൻ കെയർ ഓഫ് എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് വി വർ വെരി റിലീവ്ഡ് ആൻഡ് ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ടെക്നോളജി ഈസ് വെരി അഡ്വാൻസ്ഡ്, ബട്ട് പ്രോബ്ലം ഈസ് ആ ഒരു ഹ്യൂമൻ ടച്ച് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ബ്ലസ്സിലത്തെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ആ ഒരു ഹ്യൂമൻ ടച്ച് എല്ലാ എംപ്ലോയീസിനും എല്ലാ സ്റ്റാഫിനും ഉണ്ട്. അതാണ് എന്നെ ഏറ്റവും അധികം ബ്ലസ്സിൽ എൻ്റെ അമ്മേനെ ആക്കാൻ ആകർഷിച്ചത്. ആ ഒരു ഹ്യൂമൻ ടച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ അസുഖങ്ങളും കുറയും. അമ്മയും പറയാറുണ്ട് എപ്പോഴും, ഫ്രാൻസീനെ അമ്മ ഒരു മോളായിട്ട് കരുതിയിരുന്നത്. കാരണം അത്രയ്ക്കും അമ്മേനെ ഫ്രാൻസി നോക്കി. ഈവൻ ഞങ്ങളും പറയാറുണ്ട്, ഞങ്ങൾക്ക് പോലും അങ്ങനെ അമ്മേനെ നോക്കാൻ പറ്റില്ല എന്നുള്ളൊരു, അത്രയ്ക്കും ഒരാൾക്ക് നോക്കാൻ പറ്റില്ല. പക്ഷേ എന്തൊക്കെയായാലും ആ ഒരു കെയറാണ് ബ്ലസ്സിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് ഞാൻ പറയും. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങൾ ജോലി ചെയ്യുമ്പോഴും എനിക്കൊരു വറി ഉണ്ടായിരുന്നില്ല. കാരണം അമ്മയ്ക്ക് എന്ത് പറ്റിയാലും ഇവിടെ നോക്കാൻ ആളുണ്ടാവും. ആ ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങൾ ഇത്ര നാളും കഴിഞ്ഞതെന്ന്. ഇപ്പോൾ അമ്മ പോയി, ബട്ട് എനിക്ക് പറയാം ആ സ്വീറ്റ് മെമ്മറീസ് എപ്പോഴും എനിക്കുണ്ട്. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു ബ്ലസ് for setting up this facility, for hiring the right staff, training them properly. And I would say that, continue the same thing, and hopefully I will also come one day here. That's my wish. Thank you.